സർക്കാർ സ്കൂളിന്റെ മതിലിൽ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ എഴുതിവെച്ച സ്കൂൾ അധികൃതർ. മലപ്പുറം ചങ്ങരക്കുളം മുക്കുത്തല GMLP സ്കൂളിന്റെ മതിലിലാണ് രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം എഴുതിയത്. സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് പ്രദേശവാസികൾ പരാതി നൽകി. അനഘ ഹർഷൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകും. അനഘ, എന്തൊക്കെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ മതിലിൽ എഴുതി വച്ചിരിക്കുന്നത്? അതും മലപ്പുറത്താണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായും ഗൗതം, മലപ്പുറം ചങ്ങരംകുളം മുക്കുത്തല GLP സ്കൂളിന്റെ മതിലിലാണ് രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ്. ഈ മതിലുകളിൽ ഈ രീതിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരിക്കുന്നത്. ആ മതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രത്നങ്ങളുടെ വില കൊടുത്ത് കുപ്പിച്ചില്ലുകൾ വാങ്ങുന്നത് പോലെയാണ് മനുഷ്യ സ്നേഹത്തിന് പകരം രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നതെന്നാണ് ആ മതിൽ. ഒരു സ്കൂളിന്റെ, സർക്കാർ സ്കൂളിന്റെ മതിലിൽ സ്കൂൾ അധികൃതർ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളാണിത്. അതായത് രാജ്യസ്നേഹത്തെ ഒരു കുപ്പിച്ചില്ല് പോലെയാണ് സ്നേഹം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ സ്നേഹത്തിന് പകരം കുപ്പിച്ചില്ലുകൾ വാങ്ങുന്ന പോലെയാണ് മനുഷ്യ സ്നേഹത്തിന് പകരം രാജ്യസ്നേഹത്തെ പ്രതിഷ്ഠിക്കുന്നത് എന്ന കാര്യം ഒരു വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുതുതലമുറ, വളർന്നു വരുന്ന ഒരു തലമുറ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നു വന്നത്. ഇത് കണ്ട ഉടൻ തന്നെ പ്രദേശവാസികളും നാട്ടുകാരുടെയും ഒക്കെ തന്നെ ശക്തമായ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവർ കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതിയും നൽകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു മുദ്രാവാക്യം സർക്കാർ സ്കൂളിന്റെ മതിലിൽ എഴുതാനുള്ള ഒരു ധൈര്യം, അത് ഇത്തരക്കാർക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയരുകയാണ്. മാത്രമല്ല, ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു രാജ്യത്തോട് സ്നേഹമില്ലാതെ തലമുറ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന കുട്ടികൾ, അത് നാളെ ഏത് രീതിയിലാണ് അവർ വളർന്നു വരിക എന്നൊരു ചോദ്യമാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കർശന നടപടി ഉണ്ടാകണം. ഈ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാൻ, അല്ലെ ആ സ്കൂളിലെ ഇത് ചെയ്തവർ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു രീതിയിലും അർഹതയില്ലാത്തവരാണ് എന്നാണ് പറയുന്നത്. സ്കൂളുകളിൽ സാധാരണ പഠിപ്പിക്കേണ്ടത് രാജ്യസ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അമ്മയെ പോലെയാണ്. അങ്ങനെയാണ് പുതുതലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഉപമ നൽകിക്കൊണ്ട് രാജ്യസ്നേഹം ഒന്നുമല്ല എന്ന് പുതുതലമുറയെ പഠിപ്പിക്കാൻ ചിലർ മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് ചിലർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ അധ്യാപകനെ ഇത് എഴുതാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഈ അധ്യാപകരെ, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ വലിയ രീതിയിലുള്ള മാതൃകാപരമായ നടപടി ഇത്തരം ആളുകൾക്കെതിരെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുരുന്നുകൾക്കിടയിൽ പോലും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയതയുടെ വിഷം ചീറ്റാൻ അധ്യാപകർ തന്നെ മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി ഭാവിയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് ഈ വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത്.